ഒന്നും തിരഞ്ഞെടുക്കാതെ, ഇറ്റലിയിൽ തന്നെയാണെങ്കിൽ വേറെയും ക്ലബ്ബുകളുണ്ട്, യുവൻറ്റസ് ഉണ്ട്, അതുപോലുള്ള റോമയുണ്ട്, ഇങ്ങനെയുള്ള ക്ലബ്ബുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തിരഞ്ഞെടുക്കാതെ നാപ്പോളി തിരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പാണ്. തൊഴിലാളികളുടെ നഗരത്തിൽ അവരുടെ ഇഷ്ട ടീമിന് വേണ്ടി കളിക്കാൻ മാർഡോണ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തിന് വഴിപിഴയ്ക്കുന്നത് അവിടെ നിന്നാണെന്നുള്ളത് വേറൊരു കാര്യം. മയക്കുമരുന്ന് ഉപയോഗമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷെ ആ തിരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയമുണ്ട്. അത് അവിടെ മാത്രമല്ല, അദ്ദേഹം നേരത്തെ കളിച്ചത് അർജന്റീനയിൽ റിവർ പ്ലേറ്റ് ബോക്കോ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്പിൽ വളരെ സമ്പന്നമായിട്ടുള്ള ക്ലബ്ബുകൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ പിന്നാലെയല്ല മാർഡോണ പോയിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ താരമൂല്യം ഒക്കെ ഐക്യദാർഢ്യം ഒരു മറയുമില്ലാതെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് മാർഡോണ. നമ്മൾ വിചാരിക്കുക അത്ര വലിയ ധൈര്യമാണ്. അതൊരു വലിയ ധൈര്യമാണ്. കാരണം ഒരു താരത്തെ സംബന്ധിച്ച് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ബ്രാൻഡ് അംബാസഡറാകാനുള്ള അവസരം ഇതെല്ലാം ഉണ്ട്. അതെല്ലാം അപകടപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊന്നും കണക്കെടുക്കാതെയാണ് തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും മാർഡോണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പറഞ്ഞത് പോപ്പിനെ വിമർശിക്കാൻ അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. അദ്ദേഹം പോപ്പിൻ്റെ ക്ഷണപ്രകാരം വത്തിക്കാൻ വേണ്ടി പോപ്പിൻ്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് സംസാരിക്കുമ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച്, കുട്ടികളെ ദരിദ്രരായ കുട്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നേരെ മുകളിലേക്ക് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ മട്ടുപ്പാവ് മുഴുവൻ സ്വർണ്ണം പൂശിയതാണ്. സ്വർണ്ണം പൂശിയ മട്ടുപ്പാവിൻ്റെ താഴെയിരുന്ന് ദരിദ്രരായ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തൊരു കാപട്യമാണെന്ന് പോപ്പിൻ്റെ മുഖത്തും നോക്കി ചോദിക്കാൻ അസാമാന്യമായിട്ട് ധൈര്യം ആ ധൈര്യം അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വർഗപക്ഷപാതിത്വത്തിൽ നിന്നാണ്. നേരെ മുഖത്ത് നോക്കി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിനോട് പറഞ്ഞു, ലോകത്തെല്ലായിടത്തും പോയിട്ട് വളരെ ഭക്ഷണം കഴിച്ച ശേഷം അന്ന് ദാരിദ്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഇത് നാളെക്കുണ്ട് ഈ സ്വർണം പൂശിയിട്ടുള്ള മട്ടുക്കാവുകൾ ഒളിച്ചു കളയാൻ രീതിയിൽ പെരുമാറുന്നതാണ്. അതെ, വ്യക്തിപരമായ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകതയെന്നോ ദൗർബല്യമെന്നോ ഒക്കെ പറയാം. വചനാതീതമായ കാര്യമാണ്. ശരിയല്ല എന്ന് തോന്നി കണ്ടാൽ അപ്പോൾ പൊട്ടിക്കളയും ആരാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യവും അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളിലുമെല്ലാം ആ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചു. വളരെ ശിശുസഹജമായിട്ടുള്ള പെരുമാറ്റം, നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം, ഇഷ്ടപ്പെട്ടാൽ സ്നേഹം തോന്നിയാൽ അതും അതേ പറയും അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പോപ്പിനോട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ചോട്ടിലിരുന്നത് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച്, ദരിദ്ര കുഞ്ഞുങ്ങളെക്കുറിച്ച് ആദരപ്പെടുന്നത് വലിയ കാപട്യമാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ, അർജന്റീനക്കാരനായ ഇടതുപക്ഷ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള വിശ്വമത പക്ഷപാതത്വം പുലർത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീക്ഷണങ്ങളെ മാർഡോണ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്ഷപാതത്വം വളരെ വ്യക്തമാണ്. 2018 റഷ്യയിലുള്ള ലോകകപ്പിനിടയിൽ പലസ്തീൻ പ്രസിഡന്റ്, പലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസിനെ മാർഡോണ കാണുന്നത്. മഹ്മൂദ് അബ്ബാസിനെ കണ്ടാൽ മാർഡോണ പറയുന്നത്, ഞാൻ ഹൃദയം കൊണ്ട് പലസ്തീൻകാരനാണ് എന്നാണ്. ഹൃദയം കൊണ്ട് ഒരു പലസ്തീൻകാരനാണ്. ഇറാഖ് യുദ്ധകാലത്താണ് ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം മാർഡോണ ബുഷിനെതിരായിട്ടുള്ള പ്രതിഷേധ റാലി നയിക്കുന്നത്. ബുച്ചർ ബുഷ് എന്നെഴുതിയ ഈ ശബ്ദം ധരിച്ചുകൊണ്ട് ബുഷിനെതിരായ മുദ്രാവാക്യം നടത്തി മാർഡോണ റാലി നയിക്കുന്ന വാർത്തകൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് ബുഷിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കൊണ്ടേസ റൈസ് പറഞ്ഞത്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം പോലെയാണ്, ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധം പോലെയാണ് എന്ന് ഫുട്ബോളിനെ മുൻനിർത്തി ഇറാഖ് യുദ്ധത്തെ ന്യായീകരിക്കാൻ കൊണ്ടേസ റൈസ് ശ്രമിച്ചപ്പോഴാണ് ബുഷ് അറുപതായിരുന്നാണ് എന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് ബുഷിനെതിരായിട്ടുള്ള പ്രകടനം നയിക്കാൻ മാർഡോണ മുന്നോട്ട് വരുന്നത്. മനുഷ്യർക്കൊപ്പം തെരുവിലിറങ്ങിയവരുമായി മാർഡോണയെ നമ്മൾ കാണുന്നത് മഡൂറോയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലാണ്.
ഷാവേസിൻ്റെ പിൻഗാമിയായി വന്ന മഡൂറോ. ഷാവേസിനെ കുറിച്ച് മറഡോണ പറഞ്ഞിട്ട് ഞാനൊരു ഷാവേസിസ്റ്റാണ് എന്നാണ്. മാർക്സിസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ ഷാവേസിസ്റ്റാണ് എന്ന് മറഡോണ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വെറും പ്രഖ്യാപനങ്ങളല്ല. അമേരിക്കൻ സാമ്രാജ്യത്വം സർവശക്തിയും ഉപയോഗിച്ച് എണ്ണസമ്പുഷ്ടമായിട്ടുള്ള വെനിസ്വേലയിലെ ഇടതുപക്ഷ ഭരണത്തെ പിടിച്ചടക്കാനും ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാനും വലതുപക്ഷത്തെ അധികാരത്തിൽ അവരോധിക്കാനും എല്ലാ തരത്തിലുള്ള അട്ടിമറി മാർഗങ്ങളും പ്രയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കും ഉപജാപത്തിനും അട്ടിമറിക്കുമെതിരെ അവിടുത്തെ പൊരുതുന്ന മനുഷ്യരുടെ കൂടെ മറഡോണ നിൽക്കുകയാണ്. ഒരു ടോക്ക് ഷോയിലാണ് അദ്ദേഹം ഷാവേസുമായിട്ട് ചേർന്ന് ഒരു ടോക്ക് ഷോയിൽ പറഞ്ഞു, ഞാൻ ഷാവേസിസ്റ്റാണ്, ഞാൻ അമേരിക്കയെ അതികഠിനമായി വെറുക്കുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നതെല്ലാം വൃത്തികെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു, അമേരിക്കയുടെ ആധിപത്യത്തെ അധീശത്വത്തെ ഞാൻ അതിശക്തമായിട്ട് വെറുക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഇത് പ്രഖ്യാപിച്ചാലാണ് മറഡോണ. നമുക്ക് വേറൊരു തരത്തിൽ നോക്കിയാൽ വേണമെങ്കിൽ ചെഗുവേരയെ ഓർമ്മിക്കാം. അർജന്റീനയിൽ ജനിച്ച് പിന്നീട് മോട്ടോർ സൈക്കിളിൽ ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ പര്യടനം നടത്തി മറഡോണ ലോകത്തെ അടുത്തറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ മനുഷ്യജീവിതത്തിൻ്റെ ദുരിതത്തെ മുഴുവൻ അടുത്തറിഞ്ഞ ചെഗുവേര വൈദ്യപഠനം കഴിഞ്ഞ് ഡോക്ടറായ ശേഷം സമൂഹത്തിൻ്റെ രോഗം ചികിത്സിക്കലാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ് ആയുധമെടുത്തതുപോലെ അദ്ദേഹം അർജന്റീനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയി, അവിടെ നിന്ന് ക്യൂബയിൽ വന്നു, ക്യൂബൻ വിപ്ലവം നടത്തി, വിപ്ലവ സർക്കാരിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായി, നാഷണൽ ബാങ്കിൻ്റെ ഡയറക്ടറായി. അത് കഴിഞ്ഞ് ഫിഡൽ കാസ്ട്രോയ്ക്ക് ഒരു കത്തും എഴുതി വെച്ച് പറയാതെ അവിടെ നിന്നിറങ്ങി പിന്നെ അദ്ദേഹം നേരെ പോകുന്നത് ബൊളീവിയയിലേക്കാണ്. കോങ്കോയിൽ പോയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്, ബൊളീവിയയിൽ പോയി യുദ്ധം ചെയ്യാണ്. ലാറ്റിൻ അമേരിക്കയിലുടനീളം പൊരുതുന്ന മനുഷ്യരോട് ഐക്യപ്പെട്ട് അവർക്കൊപ്പം നിന്ന് പോരാടിയ ചെഗുവേരയെ പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് പലസ്തീനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഇറാഖിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, വെനിസ്വേലയിലെ അട്ടിമറി ശ്രമങ്ങൾക്കെതിരെ മഡൂറോയ്ക്കൊപ്പം കൈകോർത്ത് തെരുവിലിറങ്ങുന്ന, ക്യൂബയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മറഡോണയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക വിക്ഷോഭം മാത്രമായിരുന്നില്ല, സ്ഥായിയായിട്ടുള്ള ഒന്നാണ്, ചാഞ്ചാട്ടമില്ലാത്ത ഒന്നാണ്, ഉറച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹം പുസ്തകം വായിച്ചിട്ടുണ്ടാക്കിയ ബോധ്യമല്ല, പക്ഷെ ഉറച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർഗ നിലപാടാണ് അദ്ദേഹം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വർഗപരമായ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞ ഫിഡൽ കാസ്ട്രോയെ ആദ്യം കണ്ടുമുട്ടിയ സന്ദർഭത്തെക്കുറിച്ച് വളരെ മനോഹരമായ കാവ്യാത്മകമായിട്ടൊരു വരിയാണ് മറഡോണ പറഞ്ഞിട്ടുള്ളത്. മറഡോണയുടെ ഒരു പ്രത്യേകത അതാണ്, അദ്ദേഹത്തിന് വലിയ ഉന്നതമായ വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരുപാട് വായിച്ചിട്ടുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഭയങ്കര കാവ്യാത്മകമാണ്. ആദ്യത്തെ ഫിഡൽ കാസ്ട്രോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫിഡൽ കാസ്ട്രോയ്ക്ക് ഹസ്തദാനം ചെയ്തതിനെക്കുറിച്ച് മറഡോണ പറഞ്ഞ വരി ഇതാണ്, എനിക്ക് അദ്ദേഹത്തെ തൊട്ടപ്പോൾ ആകാശത്തെ കൈനീട്ടി തൊട്ടതുപോലെ തോന്നി എന്നാണ്. അതാണ് മറഡോണയുടെ പ്രഖ്യാപനം, മറഡോണ പറഞ്ഞത്. അപ്പോൾ ലോകമാകെ അനീതിക്കെതിരായിട്ടുള്ള എല്ലാ ജനമുന്നേറ്റങ്ങളോടും ഐക്യപ്പെട്ട ആളാണ് മറഡോണ. അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഫുട്ബോൾ, അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിലെ പ്രതിഭ, അതിലൂടെ കിട്ടിയ ജനപ്രിയത, ജനകീയത, ഇതൊക്കെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൈക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, ഞാൻ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിലൊരാൾ മാത്രമാണ്. അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഫുട്ബോളിലൂടെ കിട്ടിയ സ്വീകാര്യത, ജനപ്രിയത കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൂടുതൽ കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടുറക്കെ പറയുന്നു എന്നാണ്. എനിക്ക് മാത്രമാണ് മൈക്ക് കിട്ടുന്നത് എന്നതുകൊണ്ട് ഞാനിത് പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ്. അപ്പം ഫുട്ബോളിലൂടെ കിട്ടിയ സ്വീകാര്യതയെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് മറഡോണയുടെ ജീവിതം കാണിക്കുന്നത്. മറഡോണ മാത്രമല്ല, ധാരാളം
ആളുകളെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ബ്രസീലിൻ്റെ വിഖ്യാത താരമായിരുന്നു മിഡ്ഫീൽഡിലെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ട സോക്രട്ടീസ് ഒരു ഡോക്ടറാണ്. ചെഗുവേരയെ പോലെ ഡോക്ടറായിരുന്നു സോക്രട്ടീസ് ഇതുപോലെ തൻ്റെ കളിയെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിന് മാത്രമല്ല പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഉപാധിയാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഞാൻ കളിക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ പ്രതിധ്വനിപ്പിക്കുന്നത് എൻ്റെ കാലുകളാണ് എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അതായത് കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയം എൻ്റെ കാലുകൾ കൊണ്ടാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. അദ്ദേഹം മൈതാനങ്ങളെ മുഴുവൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനുള്ള അവസരമാക്കി മാറ്റി. 82-ൽ ബ്രസീലിൽ പട്ടാള ഭരണമാണ്, ഏകാധിപത്യ ഭരണമാണ്. അദ്ദേഹം കൊറിന്ത്യൻസ് എന്ന വിഖ്യാതമായ ബ്രസീലിയൻ ക്ലബിൻ്റെ കളിക്കാരനാണ്. കൊറിന്ത്യൻസിലൊരു സവിശേഷ ജനാധിപത്യ സംസ്കാരം രൂപപ്പെടുത്തിയ ഒരാളാണ്. ഗ്രൗണ്ട് പരിപാലിക്കുന്നവർ മുതൽ കളിക്കാരും മറ്റ് ജീവനക്കാരും വരെ എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ്. അവരുടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. സോക്രട്ടീസിനൊരു വലിയ ഔന്നത്യമുണ്ടായിരുന്നു. ബ്രസീലിൻ്റെ ടീമിലുണ്ടായിരുന്നു, ബ്രസീൽ സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ കളിക്കാരനായ ശേഷം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന